ഗൈസ് എണീറ്റേ ഉള്ളൂ. 7 മണി അടുപ്പിച്ചായി. സമയം ആയി, പക്ഷെ ഉറക്കം ഡ്യൂട്ടി കയറി. സമയം കുറച്ച് 5-10 മിനിറ്റ് ലേറ്റായി. തണുപ്പാണ്ട് നല്ല ഉറക്കം വരുന്നു. കുഴപ്പമില്ല, മറ്റേ വന്ന് നോക്കുകയും ചെയ്ത്. പിന്നെ നമ്മളെ ഡ്യൂട്ടി സമയമായപ്പോൾ പുള്ളി കറക്റ്റാണ് പറയുകയും ചെയ്തു. ഇന്ന് ശകലം പുറത്തു പോകണം. പുറത്തുനിന്ന് പറഞ്ഞാൽ പൈസ അക്കൗണ്ട് തരണം. കുറച്ച് കഴിഞ്ഞിട്ട് 7, 8, 9 മണി ആയതിന് ശേഷം ബാങ്ക് വരെ പോകും. ഓക്കെ കടയിൽ പോണ ബാങ്കിലും കൂടി പോണം. ഹലോ ഗായ്സ്, ഇങ്ങനെ 21 റിയാലോ? നോ മണി ബ്രദർ, മണി ഈസ് മോർ പവർ. സിഡിയും കംപ്ലൈൻ്റ്, ടോക്കൺ നമ്പർ കൊടുത്തിരിക്കും. ഏകദേശം അവിടെയൊക്കെ വന്ന് കുറേ നേരമായി. ഈ ചിക്കനും കട്ട് ചെയ്ത് കൊടുത്താണ് ശാലം ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. മറ്റേ പുള്ളി അവിടെ തന്നെ പോയിരിക്കും. ഇനി ഞാനും പോകണം അവിടെ. അതെ, ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത്, യെസ്, ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കും. അതെ, ജസ്റ്റ് ഓട്ടി ചെക്ക് ചെയ്യണം. പിന്നെ അവിടെ ഇരിക്കുന്നു. എനിക്ക് ചെയ്യാൻ പറ്റിയ ഹെൽപ്പ് അത് കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഐസായിട്ടിരുന്നു, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ചിക്കൻ്റെ. ചുമ്മാ ഇരിക്കുന്നു ഇപ്പം, ചെക്ക് ചെയ്തിട്ട് ഇനി അവിടെ പോകണം. പോയി ചെക്ക് ചെയ്തിട്ട് വരാം. ഫുഡ് ഉണ്ടാക്കിയില്ലേന്നറിയാം. അയ്യോ, ഇനി വലിയ പരിപാടിയൊന്നുമില്ല. അത് തന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പാർട്ടി. ഒരാൾ മെനക്കെടുത്തിരുന്ന് ഉണ്ടാക്കും, എല്ലാവരും കഴിക്കും. ബട്ട് ഗുഡ്. വേറെ ആർക്കും പാചകം അറിഞ്ഞുള്ളൂ, അതാണ് വിഷയം. ഞാനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ മാത്രം കഴിക്കും, വേറെ ആർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അതാണ് സ്കില്ല് ടാലൻറ്റ്. ഇന്ന് ഇത് തന്നെ ഫുള്ള് കഴിഞ്ഞ് സെറ്റായി. കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരിക്കുകയും ചെയ്തത്. ഫുള്ള് കഴിച്ചായിരുന്നു. അങ്ങോട്ട് നടക്കാൻ പോലും വയ്യ. ചെന്ന് അവിടെ ചെന്നിരിക്കണം. ഒന്നെല്ലാം നോക്കി കമ്പ്യൂട്ടറെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് അവിടെ ഇരിക്കണം. ഇനി അത് തന്നെ പരിപാടി. പുറത്തു വന്നിരുന്നതാ. ഇനി ആ പുള്ളി പോകണ്ടേ? ഇനി ഒരു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അങ്ങ് പോകണം. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങ് പോകണം. ഒന്ന് ഫുഡും ഉണ്ടാക്കി, പിന്നെ ഇതും കഴിച്ചിട്ട് ഫോണും ചാർജ് ചെയ്തിട്ട് അവിടെ വരെ പോകണം. പോയിട്ടിങ് വരണം. പിന്നെ സമയമാവും ഏകദേശം. അപ്പോൾ ചെടിക്കും വെള്ളം ഒഴിച്ചെല്ലാം സെറ്റായി. കഴിച്ച് തീരുകയും ചെയ്ത്. പിന്നെ അടുത്ത് ഇവിടെ പോയി ഒന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. യെസ്, അത് തന്നെ. നമ്മളത് മാത്രം ചെക്ക് ചെയ്യുന്ന തന്നെ, വേറെ ബാക്കിയെല്ലാം അങ്ങ് ഓടിക്കോളും. എന്നാലും ഒന്ന് 2-3 കൊണ്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ അങ്ങ് ഇരുന്നാൽ മതി. നോക്കാൻ വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ചെക്ക് ചെയ്യാൻ വേണ്ടിയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മൾ നോക്കണത് കുറച്ചുണ്ട്, അത് മാത്രം. എന്ന് പറഞ്ഞാൽ സൈഫ് ഓപ്പൺ ചെയ്യണം. പിന്നെ പോയി ചെടിക്ക് വെള്ളം ഒഴിക്കും. ഇപ്പോൾ സൈഫ് ഓപ്പൺ ചെയ്തിട്ട് ഒക്കെയാണ് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ചിക്കൻ ചെയ്തു. ഇനി പോയി ചെടിക്ക് വെള്ളം ഒഴിക്കുക. സിമ്പിളാണ്. ദിവസം എങ്ങനെ പോയെന്നൊരു പിടിയില്ല. ഭയങ്കര ഫാസ്റ്റായിരുന്നു.
ജസ്റ്റ് പുറത്ത് പോയി വന്ന് നോക്കി ഫുഡ് കഴിച്ച് ഇന്നത്തെ ദിവസം പോയത്. കുറച്ച് നേരം അവിടെ ഇരുന്ന്, കുറച്ച് നേരം റൂമിൽ ഇരുന്ന്, കുറച്ച് നേരം വീണ്ടും വന്ന് ഇവിടെ ഇരുന്ന്. ഇതിപ്പോൾ ചെടിക്കുള്ള കഴിക്കാം മുത്തിന്ന് ഭയങ്കര ഫാസ്റ്റാണ്. ചുമ്മാ ഇരുന്നിട്ടുള്ള ഭയങ്കര ഫാസ്റ്റ് പോകുന്നുണ്ട് ദിവസം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം ചെടിക്ക് ഫുൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത് പോയി കുളിക്കുക, ഫോണൊന്ന് ചാർജ് ഇടുക, എന്നിട്ട് തിരിച്ച് കയറുക. ചെറിയൊരു പണിയുണ്ട്, അവിടെ ചെന്ന് നോക്കണം. ഒരു സ്ഥലത്തിൻ്റെ ഇൻലെറ്റ് ഓഫ് ചെയ്ത് എങ്ങനെയല്ലേലും ഒരു 2 മണിക്കൂർ കൊണ്ട് അത് സെറ്റാണ്. അതിന് ഇതൊന്ന് ഫോൺ ഫുൾ ചാർജ് ആക്കിയിട്ട് അവിടെ ചെന്നിരിക്കും. ഇപ്പം കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം കുളിച്ച് ഫ്രഷായി ഇനി പോയി ഒന്ന് ലൈറ്റൊക്കെ ഓണാക്കി അത് തന്നെ പരിപാടി. പിന്നെ പോയി നോക്കുകയും വേണം. ഫസ്റ്റ് നോക്കി പോയി, അപ്പോൾ ചാർജ് ഇല്ലായിരുന്നു. പിന്നെ അടുത്ത് രണ്ടാമത് പോകണം. ഇനിയിപ്പം ലക്ക് ഉണ്ടെങ്കിൽ ഒരു അടിപൊളി സൺറൈസ് കിട്ടും. ലക്ക് ഉണ്ടെങ്കിൽ, ചില സമയത്ത് കാണൂല. ചില സമയത്ത് അതിൻ്റെ പുറത്ത് മേഘം മൂടി കിടക്കും, അതുകൊണ്ട് കിട്ടൂല. നോക്കട്ടെ എങ്ങനെയാണ്. ഇങ്ങനെ അടിപൊളിയല്ലേ, പെർഫെക്റ്റ് സൺസെറ്റ്. ഇതാണ് ടൈമിങ്. ചില സമയത്ത് കിട്ടൂല. ഇനി പോയി ജസ്റ്റ് ലൈറ്റൊക്കെ ഓണാക്കി സെറ്റാക്കാം. അതൊക്കെ ഓണാക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റൂലായിരുന്നു. ഏകദേശം ഇവിടുത്തുള്ള പരിപാടിയെല്ലാം ചെയ്യും. ഞാൻ 5-10 മിനിറ്റും കൂടി ഉള്ളൂ. പക്ഷെ എനിക്ക് വെയിറ്റ് ചെയ്യണം. ഒരു കോളും വരുമെന്ന് പറഞ്ഞ് അതൊന്ന് ഒരു സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു സ്ഥലത്ത് കട്ട് ഓഫ് ചെയ്ത് അത് ഇനിയും എടുക്കും 2-3 മണിക്കൂർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം ഇനിയും 2-3 മണിക്കൂർ എടുക്കും. അത് ഇനി അവനാണ് ഇനി പറഞ്ഞു കൊടുക്കുക. വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഒരു കോളും കൂടി വരാറുണ്ട്. പിന്നെ അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഓടിപ്പടച്ചടിച്ച് തരേണ്ടി വരും. ഒരു കുഴപ്പമില്ല, ഞാൻ നിൽക്കും. ഞാൻ എന്നങ്ങ് പറഞ്ഞു കൊടുക്കും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ്. എല്ലാ കാര്യത്തിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ. അങ്ങനെയാണ്. ഇവിടെ വന്നിരിക്കുന്നവരല്ലെങ്കിൽ ഞാൻ ഇരിക്കേണ്ടി വരും. അത് കുഴപ്പമില്ല. രണ്ടുപേരും അങ്ങനെയാണ് ചെയ്ത് പോണത്. കുഴപ്പമില്ല. എന്നാ പരിപാടി, വേറെ പരിപാടി ഇനി അങ്ങനെയൊന്നുമില്ല. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അത്രയാണ്, വേറെ പരിപാടിയൊന്നുമില്ല. ഇനി അവിടെ റൂമിൽ പോയി ഒന്ന് എഡിറ്റ് ചെയ്യുക. അതെ.